നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസിന്റെ കുറെ ഇക്വേഷൻസ്, കുറെ നിയമങ്ങൾ പഠിച്ചു അല്ലേ? എങ്ങനെയൊക്കെ ചെയ്യണം, അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കോ, എ റേസ് ടു എം ഓഡ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? എ റേസ് ടു എം എൻ എന്ന് വെച്ചാൽ എ റേസ് ടു എമ്മും എന്നും കൂടെ ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? 3-4 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ അല്പം കൂടെ ഈ ക്ലാസ് എളുപ്പമായിരിക്കും. അപ്പോൾ കാണാൻ ശ്രമിക്കുക. നോക്കുക, എ റേസ് ടു എം ഓഡ് റേസ് ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതിയാൽ മതി അല്ലേ? ഇങ്ങനെ വന്നാൽ ഓഡ് റേസ് ടു എന്ന് വായിക്കുന്നത്. എ റേസ് ടു എം ഓഡ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കേട്ടോ, 7/6 ഇതുണ്ടോ? എ റേസ് ടു എം ഓഡ് റേസ് ടു 2, അതാണ് എ റേസ് ടു എൻ. ഇതുണ്ടോ? എ റേസ് ടു എം ഓഡ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതണം? എ എഴുതണം ആദ്യം. എ എന്ന് വെച്ചാൽ എത്രയാണ്? 7. പിന്നെയോ എം ഇൻറ്റു എൻ. എം 6, എൻ 2. അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 2 എന്ന് എഴുതിയാൽ മതി അല്ലേ? 6 ഇൻറ്റു ഈ 6 ഈ 2 കൂടെ ഈ സീക്വൽ എത്രയാണ്? 7 ഇൻറ്റു 6 2 എത്രയാണ്? 12 എന്ന്. 7 റേസ് ടു 12, 7 റേസ് ടു 12 അല്ലേ? 7 റേസ് ടു 12, 7 റേസ് ടു 12 നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് എ റേസ് ടു എം ഓഡ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് പറയാം അല്ലേ? അടുത്ത് ഒരെണ്ണം കൂടെ അതിൻ്റെ കയ്യിൽ 2 റേസ് ടു 0, 2 റേസ് ടു ഇതുണ്ടോ 0 ഓഡ് റേസ് ടു 5 എന്ന് വെച്ചാൽ 2 റേസ് ടു 0 ഓഡ് റേസ് ടു 5 എന്ന് പറയുമ്പോൾ എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും? എ റേസ് ടു എം എന്നും കൂടെ വിളിച്ചാൽ പോരെ? എ എന്ന് വെച്ചാൽ 2, എന്തോ 0 ഇൻറ്റു 5, 0 എം 5 എൻ ആയിട്ട്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 2 റേസ് 0 ഇൻറ്റു 5 എത്രയാണ്? 5 ഇൻറ്റു 0 0 ആണ്. അപ്പൊ 2 റേസ് ടു 0 എന്ന് പറയും. ഈ 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്ര? 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും അല്ലേ? എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെയാണ്? 1 ആയിരിക്കും. ഏത് സംഖ്യയിൽ റേസ് ടു 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. അപ്പൊ 2 റേസ് ടു 0 എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ് ആൻസർ. അടുത്തത് എന്നാൽ ഇത് നോക്കിയേ, ഇത് അടുത്തത് എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ മൈനസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം? 1/എ റേസ് ടു എം എന്ന് എഴുതിയാൽ മതി. അതാണ് ഇനി അടുത്തത്. കേട്ടോ, 5 റേസ് ടു -2 മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1 ആദ്യം എഴുതണം, അടിയിൽ എ റേസ് ടു എം. എ എത്രയാണ്? 5 റേസ് ടു മൈനസ് കളഞ്ഞിട്ട് വെറും 2 എഴുതിയാൽ മതി. മൈനസ് പോവും, ഇവിടെ ഒന്ന് ഹരിക്കും അല്ലേ? 1/5 സ്ക്വയർ എന്ന് പറയും. 1/5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/5 സ്ക്വയർ എത്രയാണ്? 25 ആൻസർ. അങ്ങനെ വന്നു കേട്ടോ. എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ 1 മുകളിൽ ചെയ്തിട്ട് 1 കൊണ്ട് ഇതുണ്ട് 1/എ റേസ് ടു ഈ മൈനസ് ഇല്ലാതെ എം എഴുതിയാൽ മതി. എ റേസ് ടു എം അതാണ് ഇവിടെ എഴുതുക. 5 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 1/5 സ്ക്വയർ. ഈ മൈനസ് എഴുതല്ലേ? അപ്പോൾ 5 സ്ക്വയർ 1/5 സ്ക്വയർ എത്ര? 25 അല്ലേ? അപ്പോൾ ഇതെങ്ങനെ എഴുതും? 3 റേസ് ടു -3 1/3 റേസ് ടു എങ്ങനെ എഴുതണം? ഇതുണ്ടോ 3 ആണ് ഇത്. എം എത്രയാണ്? എം 3 ആണ് അല്ലേ? 3 റേസ് ടു 3 മൈനസ് എഴുതലെന്ന് മാത്രം. അപ്പോൾ ഈസ് ഈക്വൽ ടു 1/3 ക്യൂ എത്രയാണ്? 3 9 9 27. 3 പ്രാവശ്യം ഗുണിക്കാം. അപ്പം 1/27 ആണ് ആൻസർ അല്ലേ? അപ്പോൾ എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ 1/എ റേസ് ടു എം ആണ്. അതനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതുന്നത്. അടുത്ത കാരണം അത് നോക്കിയേ, എ മാത്രമല്ല 2 സംഖ്യ ഉണ്ട്, എയും ബിയും ഉണ്ട്, അല്ലെ 3 സംഖ്യ 4 സംഖ്യ എത്ര ആയിക്കോട്ടെ. അപ്പോൾ എ ഇൻറ്റു ബി അല്ലെ എ ബി ഓഡ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? എയും എം കൊണ്ട് എ റേസ് ടു എം, പിന്നെ ബി റേസ് ടു എം, പിന്നെ സി ഉണ്ടെങ്കിൽ സി റേസ് ടു എം, അങ്ങനെ കൂടി അങ്ങനെ എഴുതിക്കണം. ഈ എം കൊണ്ട് എ റേസ് ടു എം, ബി റേസ് ടു എം, ഇവിടെ സിയും കൂടെ ഉണ്ടെങ്കിലോ സി റേസ് ടു എം, അങ്ങനെ ഇക്വേഷൻ ഇന്നുകൊണ്ട് പോകും. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ, 4 ഇൻറ്റു 5 ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഉണ്ടോ 4 ഇൻറ്റു 5 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? ആദ്യം 4 റേസ് ടു എം ഇതല്ലേ 2 ഇൻറ്റു ബി എത്ര? ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഇവിടെ 5 റേസ് ടു 2 കണ്ടോ. ഇതിപ്പോൾ 4 സ്ക്വയർ എത്രയാണ്? 16 ഇൻറ്റു 5 സ്ക്വയർ എത്രയാണ്? 25. ഇങ്ങനെ എഴുതും. ഇനി ഇത് 25 16 കൂടെ കുടിച്ച് വേണം എഴുതാം. 25 16 6 5 30 എത്രയാണ്? 3 6 12 15 1 5 1 2 0 10 400 അല്ലേ? അപ്പോൾ 400 ലാസ്റ്റത്തെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ 4 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് നമുക്ക് ചിലപ്പോൾ ഓപ്ഷനായിട്ട് ഇതേ ഉള്ളെങ്കിൽ ഇത് ഉത്തരം വരും അല്ലേ? അപ്പം 400 ആണ് ലാസ്റ്റത്തെ ഉത്തരം.
4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയറും വേണം 5 സ്ക്വയറും വേണം. 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. 16 ഇൻറ്റു 25. അത് 6 30, 12 3 15, 25, 0 5 10, 400. അങ്ങനെ ലാസ്റ്റ് 400 കിട്ടി. ഇതെങ്ങനെ എഴുതും? ഉണ്ടോ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഉണ്ടോ, എ ബി സി ഒരു സൈ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും a/m. അപ്പോൾ 7/3, എമ്മിന്റെ സ്ഥാനത്ത് 3 അല്ലേ, ഇൻറ്റു b/m. ബി എത്രയാണ്? 3. 3/3 ഇൻറ്റു 8/3. എല്ലാത്തിനെയും റേസ്റ്റ് 3 കൊണ്ട് 3 പ്രാവശ്യം ഇത് ഗുണിക്കണം എന്നുള്ളതാണ് ഇത് ആൻസർ. ഇതിന് നമുക്ക് ഗുണിച്ചെഴുതണം എന്നൊന്നുമില്ല. ഇതിന്റെ ഈ ഇക്വേഷൻ അനുസരിച്ചുള്ള ഇങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ എക്സാമ്പിളാണ് പഠിക്കുന്നത്. അപ്പോൾ 3 പഠിച്ചത്. a/m ഓർഡർ n ഈസ് ഈക്വൽ ടു a/m ഇൻറ്റു n, a/-m ഈസ് ഈക്വൽ ടു 1/a/m, a ഇൻറ്റു ബി ഓർഡർ m, എ ബി ഓർഡർ m അല്ലെങ്കിൽ അല്ലേ, ഈസ് ഈക്വൽ ടു a/m ഇൻറ്റു b/m. ഇതാണ് ഇന്ന് 3 നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും PSC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മറ്റേ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നിന്നും. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്ത് പഠിക്കണമെന്നാണ് റിക്വസ്റ്റ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.